അവരുടെ വിനയം കൊണ്ട് അവർ പറഞ്ഞു പോണെന്നാണ്. ഇത് തെറ്റായി പോയോ ഞാൻ ചെയ്തത്, പടച്ചവനെ തെറ്റായി പോയോ? അപ്പൊ അവരുടെ കൽബിൽ നിന്ന് വന്ന് ഉദിക്കുന്ന ഒരു തൗബയാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ, അല്ലാഹുവേ ഞങ്ങൾ ഞങ്ങളുടെ നഫ്സിനോട് അതിക്രമം കാണിച്ചു പോയി. അല്ലാഹ് വഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങളോട് പൊറുത്തില്ല എങ്കിൽ വതർഹംനാ, ഞങ്ങളോട് നീ കരുണ ചെയ്തില്ല എങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ തീരാ നഷ്ടത്തിലായി പോകും. അല്ലാഹ് പിന്നെ ഏറ്റെടുക്കാൻ ആരുമില്ല. അല്ല വിട്ട കൈവിട്ട പിന്നെ ഏറ്റെടുക്കാൻ ആരുമില്ല. ലനകൂനന്ന മിനൽ ഖാസിരീൻ, ആരാ പിന്നെ ഞങ്ങളെ രക്ഷിക്കാൻ, ആരാ ഞങ്ങളെ സഹായിക്കാൻ? ആരുമില്ല. അല്ലാഹ് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് തൗബ ചെയ്തു, ഇസ്തിഗ്ഫാർ ചെയ്തു. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷം ഈ ലോകത്ത് പ്രബോധനം നടത്തിയിട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വഇല്ലാ തഗ്ഫിർ ലീ വതർഹംനീ അകും മിനൽ ഖാസിരീൻ, നൂഹ് നബി പോലും പറഞ്ഞു, അല്ലാഹ് നീ എന്നോട് പൊറുത്തില്ല എങ്കിൽ, എന്നോട് നീ കരുണ ചെയ്തില്ല എങ്കിൽ വഅകും മിനൽ ഖാസിരീൻ, തീരാ നഷ്ടവാളികളോടൊപ്പമായി പോകുമല്ലാഹ്. പരിതപിച്ചു. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫസ്തഗ്ഫറ റബ്ബഹു ഫഖറ റാകിഅൻ വഅനാബ്, തൻ്റെ റബ്ബിനോട് പൊരുത്തം ചോദിച്ചിട്ട് അള്ളാഹുവിലേക്ക് വീണ് മടങ്ങാണ്. സുജൂദിൽ വീണ് അള്ളാഹുവിനോട് ചെയ്തു പോയി. എന്ത് തെറ്റ് ചെയ്ത് നമ്മളിതൊക്കെ നോക്കുമ്പോൾ വിചാരിക്കും എന്തോ വലിയ കുറ്റം അവർ ചെയ്തെന്നുള്ളത്. അത് വിശദീകരിക്കാനുള്ള സമയമില്ല. ഓരോരുത്തരും ഒന്നുമല്ല, അവർ ചെറിയ എൻ്റെ മനസ്സിൽ തെറ്റായി പോയി കാണുമോ റബ്ബേ, പെട്ടെന്ന് അവർ സുജൂദിലേക്ക് വീഴാണ്. തെറ്റ് വന്നു പോയി, മാപ്പാക്കണമല്ല, പൊരുത്തപ്പെട്ടിരണമല്ല. ഓരോരുത്തരുടെയും പ്രവാചകന്മാരാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിബ്തിയെ ഒറ്റയടിക്ക് വധിച്ചു കളഞ്ഞു. റബ്ബി ഇന്നി ളലംതു നഫ്സി, പടച്ചവനെ അവൻ ചാവാൻ വേണ്ടി അടിച്ചതല്ല അല്ലാഹ്, എൻ്റെ കുടുംബക്കാരനെ ഗോത്രക്കാരനുമായിട്ട് അടിയുണ്ടാക്കിയപ്പം ഞാനൊന്ന് ഇടപെട്ടൊന്ന് അടിച്ചു പോയതാണ്, അവൻ മരിച്ചുപോയി. ഉടനെ അവൻ ചത്ത്, കൊള്ളാം തീരട്ടവൻ എന്നല്ല, റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലീ, അല്ലാ എൻ്റെ ശരീരത്തോട് ഞാൻ ളുൽമ് ചെയ്തു, അക്രമം ചെയ്തു പോയി, പടച്ചവനെ ഫഗ്ഫിർ ലീ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ. പ്രവാചകൻ മൂസ നബി പറയാണ്, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താ പറഞ്ഞ വാക്ക് എന്നാലോചിച്ച് നോക്കി. എനിക്ക് പുറത്തുതാ, ഞാൻ അക്രമം ചെയ്തു പോയി, അല്ലാ അക്രമിയായിപ്പോയി ഞാൻ, പടച്ചവനെ പുറത്തുതാ പടച്ചവനെ. അത്ര വലിയ വാക്ക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറഞ്ഞത് വസ്തഗ്ഫിർ ലി ദംബിക് വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, നബിയേ അങ്ങയുടെ പാവങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടണേ, സത്യവിശ്വാസികളായ പുരുഷന്മാർക്കും സത്യവിശ്വാസിനികളായ സ്ത്രീകൾക്കും വേണ്ടി അങ്ങ് മാപ്പിരക്കണേ, പൊറുക്കൽ തേടണേ നബിയേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് വേണ്ടി ദ്വാരണ്ടാ. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ മടിയിൽ കിടക്കുകയാണ്. അപ്പം നബിതങ്ങൾ നല്ല സന്തോഷം. ഈ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഭർത്താവിൻ്റെ സ്വഭാവവും സന്ദർഭവും നോക്കും, എങ്ങനെയുണ്ട് നാളെന്ന മൂഡ്, ഈ മൂഡ് എങ്ങനെയുണ്ടെന്ന് നോക്കും. മൂഡ് കൊള്ളാമെങ്കിൽ പറയിക്ക നമുക്ക് കറങ്ങാൻ പോണേക്ക പെരുന്നാൾ കഴിഞ്ഞാൽ. മൂഡ് മോശമെന്ന് കണ്ടാൽ ഒറ്റ അടിക്ക് തിരിച്ചടിച്ച് കളയും, പിന്നെ കിട്ടൂല, പിന്നെ എത്ര മൂടാക്കി കൊടുത്താലും രക്ഷയില്ല. അപ്പം അത് നോക്കിയിട്ടേ സംസാരിക്കാവൂ. അങ്ങനെയുണ്ട്, അതാണ് ഹിക്മത്ത്. നല്ല അവസ്ഥയിൽ ഇങ്ങനെ സംസാരിക്കുക. അമ്മ അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതവിടെ മടിയിൽ കിടക്കുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ നബിയുടെ സന്തോഷം കണ്ടപ്പോൾ ആയിഷയ്ക്ക് മനസ്സിലായി ഇത് സംഭവം ഇപ്പം നല്ല ഉഷാറായ സമയമാണ്, ഇപ്പം എന്ത് ചോദിച്ചാലും കബൂലാകും എന്ന് മനസ്സിലാക്കി നബിയിന റസൂലുള്ളാഹി തങ്ങളോട് ആയിഷ റളിയല്ലാഹു ടൂർ പോകാന്നല്ല പറഞ്ഞത്. നബിയെ നമുക്ക് പെരുന്നാളൊക്കെ വരുന്ന നമുക്ക് ടൂർ പോയാലോ, നമുക്ക് ഇവിടെ നിന്നൊക്കെ ജസീറത്തുൽ അറബ് ഒന്ന് കറങ്ങി കണ്ടാലോ എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയിഷ ബീവി ചോദിച്ചു, അള്ളാന്റെ റസൂലേ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയേ. ഒരു ഭാര്യ ഭർത്താവിനോട് പറയുന്ന ഏറ്റവും വലിയൊരു വാക്കതാണ്. ആലോചിച്ചു, നമ്മുടെ ഭാര്യ വെള്ളിയാഴ്ച പള്ളിയിൽ പോവാ,
ദ്വാരക്കണേക്ക, എനിക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി, റൊട്ടി ഉണ്ടാക്കി, ചാപ്പാട് ഉണ്ടാക്കിയൊക്കെ തരുന്നത് ദ്വാരക്കണേക്ക. വല്ലതും പറഞ്ഞോ? കൈക്ക് പിടിച്ചു വല്ലതും പറഞ്ഞോ? ഗേറ്റ് അടച്ചിട്ട് എഴുതാൻ പോവാ, ഗേറ്റ് അടച്ചാൽ കേട്ടോ. ഓക്കെ, തീർന്നു, ഹലാസ്, സംഭവം തീർന്നു. പോയിട്ട് വരിക. അല്ലെ, വെള്ളിയാഴ്ചയാണ്, ഉസ്താദിൻ്റെ അടുത്ത് ദ്വാരക്കം പറയണം, ഞങ്ങൾക്കൊക്കെ ദ്വാരക്കം പറയണം, ഞങ്ങളെ വീട്ടിലെ പെണ്ണുങ്ങൾ പാവപ്പെട്ടവർ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണെന്ന് ദ്വാരക്കണം, ഇക്കായും ദ്വാരക്കണം. ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ കടമയാണ് ആദ്യം നിസ്കാരം കഴിഞ്ഞ ഉടനെ ആദ്യം ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണം. ആദ്യം ഭർത്താവിന് വേണ്ടിയിട്ടാണ് ദുആ ചെയ്യേണ്ടത്. ഒരു പെണ്ണിനോട് നബി തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഉപദേശിച്ച ഉപദേശത്തിൽ പറഞ്ഞ വാക്കാണ്, ഒരു ഭാര്യയുടെ കടപ്പാട് എന്ന് പറഞ്ഞാൽ അവൾ സല്ലത്ത് റബ്ബഹ, തന്റെ റബ്ബിന് വേണ്ടി അവൾ നമസ്കരിച്ചു. സുമ്മ തദ്ഉ ലിസൗജിഹാ സുമ്മ തദ്ഉ ലിനഫ്സിഹാ. അവൾ പിന്നെ ആദ്യം ചെയ്യേണ്ടത് അവളുടെ സ്വന്തം ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണം, അവൾക്ക് വേണ്ടിയല്ല. സുമ്മ തദ്ഉ ലിനഫ്സിഹാ, ഭർത്താവിന് ദുആ ചെയ്തതിന് ശേഷമാണ് അവൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്. ഇനി ഏതെങ്കിലും ഒരു പെണ്ണ് സല്ലത്തു റബ്ബഹ, അവൾ നമസ്കരിച്ചു, സുമ്മ തദ്ഉ ലിനഫ്സിഹാ, തനിക്ക് വേണ്ടി ദുആ ചെയ്തു, സുമ്മ തദ്ഉ ലിസൗജിഹാ, പിന്നീട് അവളുടെ ഭർത്താവിന് വേണ്ടി അവൾ ദുആ ചെയ്താൽ അവളുടെ നമസ്കാരം അവളുടെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടും അത്രേ. പെണ്ണുങ്ങൾക്ക് വല്ല അറിയാവോ ഇത് സംഭവം? യൂട്യൂബിൽ ഇരുന്ന് കാണുന്നുണ്ട് കേട്ടോ, വല്ലതും മനസ്സിലാക്കുന്നുണ്ടോ? കാരണം ഈ ഭർത്താക്കന്മാർ പുറത്തു പോയി കിടന്ന് കഷ്ടപ്പെടുന്ന ഈ വെയിലും കൊണ്ടിട്ട് ഈ തീച്ചൂളയിൽ കിടന്ന് ത്യാഗം അനുഭവിക്കുന്നത് അവരും വല്ല അറിയുന്നുണ്ടോ? അവർ പൊരയ്ക്കാത്ത വീട്ടിനകത്തിരിക്കല്ലേ, അവരും തീയുടെ മുന്നിൽ, അടുപ്പിൻ്റെ മുന്നിൽ ഉസ്താദ് നിൽക്കുന്നത്, അവരും പറയും സംഭവം ശരി തന്നെയാണ്, എന്നാൽ ആ തീയായിട്ട് വ്യത്യാസമുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് കൊടുത്ത ഉപദേശമാണിത്. ആയിഷ, ഒരു ഭാര്യയുടെ കടമയാണത്. അതെന്ത് ചെയ്യണം? നമ്മൾ ആദ്യം സ്വന്തം നഫ്സിന് വേണ്ടി നീ നിന്റെ ഭർത്താവിനോട് ദുആരക്ക്, എന്നിട്ട് നിന്റെ നഫ്സിന് വേണ്ടി ദുആ ചെയ്യും. അങ്ങനെയാണ് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ തന്നെ ചെയ്യട്ടെ, ഇനിയെങ്കിലും മനസ്സിലാക്കിക്കൊള്ളട്ടെ, കാരണം അത്രയ്ക്കും ബന്ധാണ്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല നബി തങ്ങളോട് പറഞ്ഞു, അള്ളാന്റെ റസൂലേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. കേൾക്കേണ്ട താമസം അള്ളാന്റെ റസൂൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ മാ ഖദ്ദമത് വമാ അഖറത് വമാ അസറത് വമാ അഅലനത്. പടച്ചവനെ, എൻ്റെ ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവളുടെ മുൻപിൻ പാപം പൊറുക്കണേ അല്ലാ, അവർ രഹസ്യമായി സാരമായി ചെയ്തത്, നിസാരമായി ചെയ്തത്, അറിഞ്ഞു ചെയ്തത്, അറിയാതെ ചെയ്തത് പുറത്തു കൊടുക്കണേ അല്ലാ. ഭയങ്കരമായിട്ട് ചിരിച്ചു ആയിഷ ബീവി കേട്ട ഉടനെ. സാധാരണ ദുആർന്ന് ആമീൻ എന്ന് പറഞ്ഞ് കരയും, ആയിഷ ബീവി ചിരിയോടെ ചിരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താ ആയിഷ നീ കിടന്ന് ചിരിക്കുന്നത്? ദുആർന്നിട്ട് കിടന്ന് ചിരിക്കുന്നു? അല്ല, എനിക്ക് വേണ്ടി ലോകത്തെ നേതാവ് ദുആ ചെയ്തു, എൻ്റെ പേരെടുത്ത്, എനിക്കതിൽ സന്തോഷം. ഇതിനപ്പുറം എനിക്ക് എന്ത് സന്തോഷമുള്ള? ലോകത്തെ നേതാവ് എനിക്ക് വേണ്ടി ദുആ ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തെങ്കിൽ ലോക മുസ്ലിമീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നും ദുആ ചെയ്യാറുണ്ട് ആയിഷ. നമുക്ക് വല്ല സന്തോഷമുണ്ടോ? നമ്മൾ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ നമുക്കോട് ദുആ ചെയ്തു. അതുകൊണ്ടാണ് അല്ലാഹു തആല നബി തങ്ങളോട് പറഞ്ഞത്, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. സത്യവിശ്വാസികൾക്ക്, സത്യവിശ്വാസിനികൾക്ക് വേണ്ടി നബിയെ അങ്ങ് പാപമോചനം തേട്, ഇസ്തിഗ്ഫാർ ചെയ്യ്. നബി തങ്ങൾ തേടിയാൽ കിട്ടും. അതുകൊണ്ടല്ല പറഞ്ഞേ, നബിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക. വഅമറനാ, നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, ഫസ്തഖീമൂ ഇലൈഹി വസ്തഗ്ഫിറൂ യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. എല്ലാവരും തൗബ ചെയ്ത് മടങ്ങണേ, അല്ലാഹുവിലേക്ക് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്നി അതൂബു ഇലല്ലാഹി കുല്ല യൗമിൻ അക്സറ മിൻ 70 മറ.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യാ അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹ് ഇന്നി അതൂബു ഇലല്ലാഹി കുല്ല യൗമിൻ അക്സറ മിൻ 70 മറ. ജനങ്ങളെ, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണേ, തൗബ ചെയ്ത് മടങ്ങണേ. എല്ലാ ദിവസവും 70-ൽ പരം പ്രാവശ്യം ഞാൻ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാറുണ്ട്. നബിയുനാ റസൂലുള്ളാഹി 70 പ്രാവശ്യത്തിൽ കൂടുതൽ ദിവസവും നബി തങ്ങൾ പശ്ചാത്തപിക്കും. 7 പ്രാവശ്യമെങ്കിലും നമ്മൾ പശ്ചാത്തപിക്കാറുണ്ടാ? 70 പ്രാവശ്യം ദിവസം. സഹാബാക്കൾ പറഞ്ഞു, കുന്നാ നഉദ്ദു ലിമജ്ലിസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മജ്ലിസിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ നബി തങ്ങൾ പറയുന്ന ഇസ്തിഗ്ഫാർ ഞങ്ങൾ എണ്ണിയെടുത്തിട്ടുണ്ട്. റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. ഒരു മജ്ലിസിൽ, അള്ളാന്റെ റസൂലിന്റെ മജ്ലിസിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഈ പ്രഭാഷണത്തിന്റെ ഇടയിലൂടെ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നത് ഞങ്ങൾ എണ്ണിയിട്ടുണ്ട്. ഏകദേശം 100 പ്രാവശ്യമെങ്കിലും ഒരു മജ്ലിസിൽ വെച്ച് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും. ഒരു മജ്ലിസിൽ 100 പ്രാവശ്യം. റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. നമ്മളെവിടെ? നബിയുനാ റസൂൽ ഞങ്ങളോട് പഠിപ്പിച്ചു തരാണ്. അപ്പൊ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. അതിനാണ് ഈ 10 ദിവസം നമുക്ക് തന്നിരിക്കുന്നത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈൽ ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ ഔ കമാ ഖാല റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു അവന്റെ ഔദാര്യം നമ്മളിലേക്ക് വർഷിച്ചിരിക്കുകയാണ്. അവൻ തൗബയുടെ ഇസ്തിഗ്ഫാറിന്റെ വാതിൽ തുറന്നിട്ട് ഈ ഭൂമിയിലുള്ള പാപികളായ മനുഷ്യരെ നോക്കി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കണ്ണുന്നിട്ടിരിക്കുകയാണ്. യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ. പാതിരാത്രി ചെയ്തു പോയ തെറ്റ്, ആ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയി, നേരം വെളുത്ത ഉടനെ പടച്ചവനെ എനിക്കങ്ങനെ സംഭവിച്ചു പോയല്ല, എന്താണെന്നറിയില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്നവനായിരുന്നില്ല, പക്ഷേ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ ഞാൻ കുടുങ്ങിപ്പോയി, റബ്ബേ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം, മാപ്പ് ചെയ്യണം, ഇനി ഞാൻ അങ്ങനെ ഒരു തെറ്റിലേക്ക് പോകില്ല എന്ന് പകൽ സമയത്ത് ആ കഴിഞ്ഞ രാത്രി ചെയ്ത തെറ്റ് റബ്ബിന്റെ മുന്നിൽ ഇവൻ പറഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനെ കെട്ടിപ്പിടിക്കും, അവനെ സ്വീകരിക്കും, അവന്റെ കണ്ണുനീര് തുടച്ചു കൊടുക്കും. നബിയുനാ റസൂലുള്ളാഹി പകൽ സമയത്ത് ചെയ്തു പോയി തെറ്റ്, പകലിന്റെ സമയത്ത് അല്ലാഹുവിനോട് പശ്ചാത്തപിക്കാൻ കഴിഞ്ഞില്ല. രാത്രി സ്വസ്ഥമായ സമയത്ത് പള്ളിയിൽ വന്നിരുന്ന്, അല്ലെങ്കിൽ വീടിന്റെ ഉള്ളറകളിൽ രാത്രി എഴുന്നേറ്റ് നിന്ന്, റബ്ബേ ഞാൻ ഇന്ന് പകലിൽ ചെയ്ത് അക്രമമായി പോയല്ലോ അല്ല, അതിക്രമമായി പോയല്ലോ അല്ല, നിനക്ക് ഇഷ്ടപ്പെടാത്തതായി പോയല്ലോ അല്ല, നീ പൊരുത്തം തരണേ പടച്ചവനെ, പൊരുത്തപ്പെട്ട് തരണേ അല്ല, ഞാൻ നിന്നോട് പശ്ചാത്തപിക്കുന്നു പടച്ചവനെ. നീ അത് ചോദിച്ചാൽ അല്ലാഹു രാത്രി നിന്റെ കണ്ണുനീരൊപ്പിയെടുത്ത് നിന്നെ ചേർത്ത് പിടിക്കും. അതാണ് അല്ലാഹ്, അതാണ് പടച്ചവൻ. യതുവരെ ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ, പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്ന സമയം വരെ എന്ന് പറഞ്ഞാൽ മാലം യുഗർഗിർ, നീ മരിക്കുന്നതിന് മുമ്പ്, ലോകം അസ്തമിക്കുന്നതിന് മുമ്പ് വരെ നീ നിന്റെ പാപം തെറ്റ് റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞാൽ അല്ലാഹു അത് സ്വീകരിക്കും എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അന്ന റജുലൻ ജാഅ ഇലാ അലിയിൻ കറമല്ലാഹു വജ്ഹ, ഒരാൾ അലി റളിയല്ലാഹുവിന്റെ അരികിലേക്ക് കടന്നു വന്നു. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, ഇന്നി അസബ്തു ദൻബൻ, മഹാനവറുകളെ ഞാനൊരു തെറ്റ് ചെയ്തു പോയി, ഞാനൊരു തെറ്റ് ചെയ്തു പോയി. ഫഹല്ലി മിൻ തൗബ, എനിക്ക് പശ്ചാത്താപമുണ്ടോ? അലി റളിയല്ലാഹു തആല പറഞ്ഞു, തുബ്,
അലല്ലാഹ്, അള്ളാഹുവിന്റെ മുന്നിൽ നീ തൗബ ചെയ്ത് മടങ്ങ്. സുമ്മ ലാ തഉദ്, ഇനി മേലിൽ ആവർത്തിക്കരുത് കേട്ടോ. അദ്ദേഹം പോയി. കുറെ നാൾ കഴിഞ്ഞ് വീണ്ടും വന്നു. മഹാനവറുകളെ, ഇന്നി ഖദ് ഫഅൽതു സുമ്മ ഉദ്തു, ഞാൻ അന്ന് തൗബ ചെയ്തതാണ്, പിന്നീടും തെറ്റ് ചെയ്തു പോയി, പിന്നീട് ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങി. മഹാനവറുകളെ, ഖാല അലിയുൻ, അലി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, തുബ് ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്ക്. സുമ്മ ലാ തഉദ്, ഇനി മടങ്ങരുത് അതിലേക്ക്. അദ്ദേഹം വീണ്ടും പോയി. പിന്നീട് വന്നിട്ട് പറഞ്ഞു, മഹാനവറുകളെ, ഞാൻ തൗബ ചെയ്തു, ഞാൻ തെറ്റ് ചെയ്യൂല എന്ന് തീരുമാനിച്ചതാണ്, പക്ഷെ വീണ്ടും എന്തോ സാഹചര്യം എന്നെ പ്രേരിപ്പിച്ചു, ഞാൻ ആ തെറ്റിലേക്ക് വീണുപോയി. അതുകൊണ്ട് ഞാൻ പശ്ചാത്തപിച്ചു. പക്ഷെ ഈ പശ്ചാത്താപം ഇലാ മത, എന്ന് വരെയുണ്ട് ഈ പശ്ചാത്താപം, ഇതെന്ന് വരെയുണ്ട്? അലി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഹത്താ യകൂന ശൈത്താനു അൽ മസ്ഹൂറ, ശൈത്താനിന് ദേഷ്യം ഉണ്ടാകുന്ന സമയം വരെ ഈ പശ്ചാത്താപം ഉണ്ടാകും. അത് നിലനിൽക്കും. അത് എന്ന് പറഞ്ഞാൽ നമ്മൾ പശ്ചാത്തപിക്കുമ്പോൾ പിശാചിന് ദേഷ്യം ഉണ്ടാവും. പശ്ചാത്തപിക്കാത്തടത്തോളം കാലം പിശാചിന് സന്തോഷമാണ്. കാരണം നിന്നെ ആഖിറത്തിൽ ശിക്ഷിക്കുന്നത് ശൈത്താൻ വലിയ ഇഷ്ടമല്ലേ. എന്ന് പറഞ്ഞാൽ നീ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു നിനക്കൊരവസരം തൗബ ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ അതുവരെ നിന്റെ തൗബ അള്ളാഹു സ്വീകരിക്കും എന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിനോട് മുന്നറിയിപ്പ് നൽകി കാര്യം പറഞ്ഞു കൊടുത്തു, മനസ്സിലാക്കി കൊടുത്തു. അതുകൊണ്ട് തൗബ നമ്മളെ വിടരുത്, ഇസ്തിഗ്ഫാർ തൗബ നമ്മൾ വിടുകയും ചെയ്യരുത്. മരിക്കുന്നതിന് മുമ്പ് വരെ നമുക്കത് ചെയ്യാം. എപ്പോഴാണ് നമ്മൾ മരിക്കുക നമുക്കറിയില്ല. നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താകണം? എൻ്റെ റബ്ബ് എൻ്റെ പാപം ഏറ്റെടുക്കും എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അതാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇദാ അസ്നബൽ അബ്ദു ദൻബാ, ഒരു ദാസൻ ഒരു തെറ്റ് ചെയ്തിട്ട് ഫഖാല, അവൻ പറഞ്ഞു, റബ്ബി അസ്നബ്തു ദൻബാ ഫഗ്ഫിർ ലീ, പടച്ചവനെ ഞാനൊരു തെറ്റ് ചെയ്തു പോയി, നീ എനിക്ക് പുറത്തു തരണമേ അല്ലാഹ്. ഉടനെ യഖൂലുല്ലാഹു തബാറക വ തആല, പടച്ച തമ്പുരാൻ തൻ്റെ ദാസനിലേക്ക് തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ്, എല്ലോ ദാസ, നീ തെറ്റ് ചെയ്തു അല്ലേ? അമിൽത ദൻബ, നീ ഒരു തെറ്റ് ചെയ്തു ഇല്ലേ? ഫഅലിമ, അവൻ മനസ്സിലാക്കി, അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദുനൂബ വയഅഖുദു ബിഹി, അവൻ മനസ്സിലാക്കി ഞാൻ എൻ്റെ തെറ്റുകൾ ചെയ്താൽ എൻ്റെ തെറ്റുകൾ മാപ്പ് ചെയ്യാനും ആ തെറ്റിനെ ശിക്ഷിക്കാനും എനിക്കൊരു റബ്ബുണ്ട് എന്നവൻ മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ആ റബ്ബിന്റെ മുന്നിൽ വന്ന് അവൻ പൊട്ടിക്കരഞ്ഞ് പറഞ്ഞത്, അല്ലാ ഞാൻ ഒരു തെറ്റ് ചെയ്തു പോയി പടച്ചവനെ. അവൻ മനസ്സിലാക്കിയത് എന്താ? എനിക്കൊരു റബ്ബുണ്ട്. ആ റബ്ബിന്റെ വിശേഷണം എന്താണ്? ആ റബ്ബിന്റെ സ്വഭാവം എന്താണ്? ആ റബ്ബിന്റെ ഗുണം എന്താണ്? നമ്മൾ ചെയ്ത തെറ്റ് അവനോട് നമ്മൾ വിളിച്ചു പറഞ്ഞാൽ അവൻ നമ്മളെ ശിക്ഷിക്കാനും കാരണക്കാരനാകാം, അവൻ നമുക്ക് പൊരുത്തം തരാനും കാരണമാകാം. അതുകൊണ്ട് അല്ലാ, ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു, പൊരുത്തം ചോദിക്കുന്നു. അങ്ങനെ ഒരു ദാസൻ അള്ളാഹുവിനോട് പറഞ്ഞാൽ ഖാല അല്ലാഹു തആല, പടച്ചവൻ ആ ദാസനെ നോക്കിയിട്ട് പറഞ്ഞു, ഏയ് ഫഖദ് ഗഫർതു ലക്, നിനക്ക് ഞാൻ പുറത്തുന്നു. നിനക്ക് അങ്ങനെ ഒരു റബ്ബുണ്ടെന്ന് നീ വിശ്വസിച്ചില്ലേ? നിനക്കങ്ങനെ ഒരു റബ്ബുണ്ടെന്ന് നീ വിശ്വസിച്ചില്ലേ? എൻ്റെ പാപം പൊറുക്കാൻ എൻ്റെ റബ്ബ് വലിയവനാണ്, അവൻ പൊരുത്തപ്പെട്ട് തരും എന്ന് നീ വിശ്വസിച്ചില്ലേ? ആ ഒരൊറ്റ കാരണത്താൽ നിനക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്ന് അള്ളാഹു പറയുമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇത്ര വലിയ ഭാഗ്യം, ഇത്ര വലിയ കാര്യം. അള്ളാഹു ഉണ്ട്, എനിക്ക് എൻ്റെ പാപം ഏറ്റെടുക്കാൻ അവനുണ്ട്, അതുകൊണ്ട് അവനിലേക്ക് മടങ്ങാം എന്ന ഒരു തീരുമാനം ഉണ്ടെങ്കിൽ എത്ര റാഹത്താണ്. وكان في أمم الماضية إذا أذنبوا ذنبا حرم عليهم حلال. മുൻ കാലഘട്ടങ്ങളിൽ ഒരാളൊരു തെറ്റ് ചെയ്താൽ ആ നാട്ടിൽ അവനെ ഭ്രഷ്ട് കൽപ്പിക്കപ്പെടും. അവനൊരു നന്മയോടെ ഉണ്ടാവില്ല, ഭ്രഷ്ട് കൽപ്പിക്കപ്പെടും. അവനൊന്നും അവിടെ കിട്ടൂല, നന്മ കിട്ടൂല, അവനവിടെ ഹലാലായ ഭക്ഷണം കിട്ടൂല, വെള്ളം കൊടുക്കൂല. ഒരു നാട്ടിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ
എല്ലാവരും ബക്കറ്റിലൊക്കെ ഇടണ പൈസ ഒക്കെ കുറവാണ് ഇപ്പോൾ വരുന്നത്. കാര്യമായി സദഖ ചെയ്യണം എല്ലാവരും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. റമളാൻ മാസത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു 10,000-4,000 രൂപ എപ്പോഴും സ്റ്റോക്കാക്കി മാറ്റി വെച്ചേക്കണം. ഇന്ന് പിരിവുണ്ട്, പള്ളിയിലുമുണ്ട് പിരിവ്, എല്ലായിടത്തും എല്ലാം കൊടുക്കണം. കൊടുക്കുകയും 1 രൂപയ്ക്ക് 70 രൂപ കൊടുത്തതില്ല, 100 രൂപ കൊടുത്താൽ 700, 1000 കൊടുത്താൽ 7000 കിട്ടും ഇൻഷാ അല്ലാഹ്. 70,000 1000-ന് 70,000 കിട്ടുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, അള്ളാഹു വലിയ കൂലി തരട്ടെ. പിശുക്ക് കാണിക്കാതെ എല്ലാവരും സദഖ ചെയ്യും. അള്ളാഹു നമ്മുടെ രോഗങ്ങൾ മാറ്റട്ടെ, വിഷമങ്ങൾ മാറ്റട്ടെ, പ്രയാസങ്ങൾ മാറ്റട്ടെ, എല്ലാം മാറ്റിത്തരട്ടെ. ഈ റമളാനിനെ അള്ളാഹ് സ്വീകരിക്കട്ടെ. നമ്മുടെ പാപമോചനം അള്ളാഹു വേഗത്തിലാക്കി തരട്ടെ. അതിനുള്ളൊരു ബർക്കത്താണിത് ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ഈ പാപങ്ങൾ പൊറുക്കുന്നതിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു തആല നമ്മളോട് കരുണയോടുകൂടി നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്താലും അത് പൊരുത്തപ്പെട്ട് സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു നമ്മുടെ മുന്നിൽ കൈകൾ നീട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ ദിവസങ്ങൾ, ദിനരാത്രങ്ങൾ അവന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. നമ്മൾ ചെയ്ത പാപങ്ങൾ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ഇനി ഏറ്റവും വലിയ കൊടും പാപമാകട്ടെ, എല്ലാം അള്ളാഹുവിനോട് ഞങ്ങൾ പറയും. പടച്ചു അത് ഏറ്റെടുക്കും. ഇന്നൽ അബ്ദ ഇദാ ഇഅ്തറഫ ثم تاب الله عليه. അവൻ ആ പാവം പുറത്തു തരും. നമ്മൾ അള്ളാഹുവിന്റെ ഏറ്റു പറയണം, ഞാൻ ഇന്നത് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്ന് പറയണം അള്ളാഹിന്റെ അടുക്കൽ. അപ്പോൾ അത് പുറത്തു തരും. അപ്പോൾ പണ്ടുള്ള കാലഘട്ടങ്ങളിൽ ഈ തെറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ നാട്ടിൽ നിന്ന് ഒറ്റപ്പെടുത്തും. ഇവൻ തെറ്റ് ചെയ്തവനാണ്, ഒറ്റപ്പെടുത്തുന്ന ഒരു കാലഘട്ടമുണ്ട്. തീർന്നില്ല. ഇതാ അദ്നബു, ആരാണോ ആ നാട്ടിൽ തെറ്റ് ചെയ്തത്, ഖതബ അലാ ബാബിഹി وعلى جهته إذا أذنب ذنب إذا أذنب العبد ذنبا وتوبته كذا وكذا وذنبه كذا وكذا وتوبته كذا وكذا. ഒരാൾ ഒരു നാട്ടിൽ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് അവൻ്റെ വീടിൻ്റെ വാതിൽക്കൽ പോയി രേഖപ്പെടുത്തി വെക്കും, മതിലിൽ രേഖപ്പെടുത്തി വെക്കും. ഇന്നാരുടെ മകൻ ഇന്നാര് ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട്, അവൻ്റെ തൗബ പശ്ചാത്താപം ഇന്നതാണ്, എത്രയും വേഗം അവൻ അത് ചെയ്തു കൊള്ളുക. അല്ലാഹ്, നമ്മുടെ നാട്ടിൽ ഈ കാലത്തെങ്ങാനും അങ്ങനെ ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ മതിലും പറ്റൂല, പോസ്റ്ററും പറ്റൂല, വലിയ വലിയ ഫ്ലക്സ് കൊണ്ടുവന്ന് വെച്ചാലും പറ്റൂല. എങ്ങെന്തായിരുന്നു ആലോചിച്ച് നോക്കി. فخفف الله تعالى هذا الأمر على هذه الأمة. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാടൻ നിയമം ഈ സമുദായത്തിന്റെ മുകളിൽ നിന്നുള്ള എടുത്തു കളഞ്ഞത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പടച്ചവൻ എത്ര വലിയ കരുണയുള്ളവനാണ്. ഒന്ന് ആലോചിച്ച് നോക്കി സുഹൃത്തുക്കളെ, അല്ലാഹ് എത്ര വലിയ കരുണയുള്ളവനാണ്. فخفف الله تعالى الأمر على هذه الأمة. ഈ സമുദായത്തിൻ്റെ മേൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവനൊക്കെ തെറ്റ് ചെയ്ത് ഇങ്ങനെ ഒന്ന് എഴുതി വെക്കേണ്ട ഒരു സാഹചര്യം എങ്ങാനും വന്നിരുന്നെങ്കിൽ ഒരു ഉസ്താദ് എന്ന നിലയിൽ എനിക്കിവിടെ നിന്ന് വാദം പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ നസിഹത്ത് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ അള്ളാഹ് ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മളൊരു തെറ്റ് ചെയ്താൽ അവനുമായി രഹസ്യ സംഭാഷണം നടത്തിയാൽ മതി. നമ്മൾ പടച്ചവനുമായി തൗബ ചെയ്താൽ മതി. എന്നിട്ട് ഖാല അല്ലാഹു തആല വമൻ യഅമൽ സൂഅ ഔ യളിം നഫ്സഹു ثم يستغفر الله يجد الله توابا رحيما. ആരെങ്കിലും സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചവരാണോ പെട്ടെന്ന് അള്ളാഹുവിലേക്ക് അവൻ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അവൻ്റെ പാവങ്ങൾ അള്ളാഹു പുറത്തു തരും. പടച്ച റബ്ബ് അവൻ്റെ തെറ്റുകൾ ഏറ്റെടുക്കാൻ അവൻ തയ്യാറാണ്, അവൻ സ്വീകരിക്കാനും അവൻ തയ്യാറാണ്. അള്ളാഹു പുറത്തു തരും. യജിദില്ലാഹ ഗഫൂറർ റഹീമ. അള്ളാഹു നമ്മളോട് കരുണയുള്ളവനായി, അവൻ നമ്മളോട് പൊറുക്കുന്നവനായി നമുക്ക് അള്ളാഹയെ കണ്ടെത്താൻ കഴിയും പടച്ചവനിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ. അതുകൊണ്ട് അല്ലാഹു തആല മുൻ കാലഘട്ടങ്ങളിൽ ആ സമുദായത്തിന് കൊടുത്തിരുന്ന കാടൻ നിയമം നമ്മളിൽ നിന്ന് അള്ളാഹ് എടുത്തു കളഞ്ഞു. നമ്മൾ അള്ളാഹുമായിട്ട് രഹസ്യ സംഭാഷണം നടത്തിയാൽ മതി. അതിനാണ് നബിതങ്ങൾ പറഞ്ഞത്, രാവിലെയും വൈകിട്ടും എല്ലാ ദിവസവും തൗബ ചെയ്യണം. രാവിലെയും വൈകിട്ടും തൗബ ചെയ്യണം. എല്ലാ ദിവസവും രാവിലെയും സുബഹി കഴിഞ്ഞും ഇശാ കഴിഞ്ഞും അള്ളാഹുവോട് തൗബ ചെയ്യണം എല്ലാ ദിവസവും. ഇനി ഒരാൾക്കതിന് സാധിച്ചില്ല എങ്കിൽ ഇനി ശ്രദ്ധിക്കണം നല്ല പോലെ കേട്ടോ.
പ്രത്യേകിച്ച് ഈ റമദാൻ സ്പെഷ്യലിസ്റ്റ് ആളുകളോട് ഞാൻ പറയാണ്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ വേണ്ടി ഈ ഒരു വാക്ക് ശ്രദ്ധിച്ചോളി. റമദാൻ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ റമദാനിൽ മാത്രം നിസ്കരിക്കും, പിന്നെ നിസ്കാരമില്ല. എനിക്ക് തുറന്നു പറയുന്നതിന് പേടിയൊന്നുമില്ല, എനിക്ക് പിന്നെ നിസ്കാരമില്ലല്ലോ. എന്ത് നിസ്കരിക്കുന്നത്? നിസ്കരിക്കുന്നത് എന്തിനാന്ന് ഇപ്പൊ പറഞ്ഞിടാം കേട്ടോ. ഇനി നിസ്കരിക്കണോ വേണ്ട അത് തീരുമാനിച്ചോണം. രാവിലെയും വൈകിട്ടും അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ فإن الله قد جعل لكم على الصلوات الخمس تطهيرا لذنوب المؤمنين تطهيرا لذنوبه فيما دون الكبائر. വൻ പാപങ്ങളെല്ലാം ഒഴിച്ച്, വൻ പാപത്തിന് തൗബയാണ്, ചെറിയ ചെറിയ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ പൊറുക്കുന്നതിന് വേണ്ടി അള്ളാഹു നിങ്ങളുടെ മേൽ 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കി. 5 നേരത്തെ നമസ്കാരം. ഈ 5 നേരത്തെ നമസ്കാരം നിർബന്ധമായാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ സബ്ബഹല്ലാഹ ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ 33 വഹമിദല്ലാഹ 33 വകബ്ബറല്ലാഹ 33 തിൽക 99 വതമ്മൽ 100 لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير غفرت خطاياه وإن كانت مثل زبد البحر كما قال رسول الله صلى الله عليه وسلم. എന്തിനാണ് നിസ്കരിക്കുന്നത്? നമസ്കാര ശേഷം നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ, 99 ഒന്നും കൂടെ പറഞ്ഞ് 100 പൂർത്തിയാക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അങ്ങനെ 100 നിങ്ങൾ പൂർത്തിയാക്കിയാൽ ഗുഫിറത്ത് ഖതായാ വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, നിന്റെ പാപം മുഴുവനും അല്ലാഹു പൊറുക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ കടലിലെ തിരമാലകൾ അടിച്ചുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പതയുണ്ടല്ലോ, ആ പതകൾക്ക് സമാനമായ പാപങ്ങളാണ് നിന്റെ ശരീരത്തിലുള്ളതെങ്കിൽ ഈ നമസ്കാര ശേഷമുള്ള ഈ 33 ദിക്റുകളിലൂടെ നിന്റെ പാപം അല്ലാഹു സുബ്ഹാനഹു വ തആല ഡിലീറ്റ് ആക്കി കളയും. അതിനാണ് നിസ്കരിക്കാൻ. നിസ്കാരമില്ലെങ്കിൽ അവിടെ നിസ്കരിച്ച് കഴിഞ്ഞാൽ എഴുന്നേറ്റ് ഓടല്. എവിടെ ഒരു ദിക്റ് ചൊല്ല്, കുത്തിയിരുന്ന ദിക്റ് ചൊല്ല്. നിനക്ക് ഇനി ഒറ്റയ്ക്ക് നീ ഒറ്റയ്ക്കേ ദുആറക്കുള്ളൂ, ഒറ്റയ്ക്കേ ദിക്റ് ചൊല്ലുള്ളെങ്കിൽ ആയിക്കോട്ടെ, ദിക്റ് ചൊല്ലിരുന്ന് 33 സുബ്ഹാനല്ലാഹ് നബിയുന റസൂലുള്ളാഹി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ. എവിടെ ഓടാ ഇത്? ഈ നിസ്കാരം ശരിയാ. അതിനിടയ്ക്ക് 3 പ്രാവശ്യം മൊബൈൽ വന്ന് അമക്കി ഇരുന്ന് 3 പ്രാവശ്യം ശരീരമാണെങ്കിൽ നിസ്കാരം പാത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് അത്ര പ്രാവശ്യം വന്നു, അത് നക്കിയിരുന്ന്, പിന്നെ വേറെ എന്തോ ചിന്തയിലായി, പിന്നെ ഇങ്ങനെ ഇരുന്ന് മൊബൈൽ വാച്ച് ഒന്ന് നോക്കി, നേരെ അങ്ങോട്ട് ഒന്ന് നോക്കി. ആകെപ്പാട് മൊത്തം കുറച്ച് 20% കബൂലിയത്തെ നിസ്കാരത്തിലുള്ളൂ. പിന്നെ റബ്ബിൻ്റെ അടുക്കൽ ഒന്ന് ഇരുന്നിട്ട്, റബ്ബെ എനിക്ക് സംഭവിച്ചു പോയി, പൊരുത്തപ്പെട്ടിരുന്നോണ്ട് ഒരു സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു റാഹത്തായിട്ട് ഒന്ന് എഴുന്നേറ്റ് പോയിക്കൂടെ? നിന്റെ അന്നത്തെ മുഴുവൻ പാവം അല്ലാഹ് ക്ലിയർ ചാറ്റ് അടിച്ചു തരുമെന്നാ പറഞ്ഞത്. വേറൊരു സംഭവം പറഞ്ഞുതരാം. ഹദീസിൽ വന്ന സംഭവമാണ്. ഇത് കേട്ടിട്ട് ഇതനുസരിച്ച് അമൽ ചെയ്യാൻ പോകരുത്. കേൾക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നും, ഇത് കൊള്ളാമല്ല പരിപാടി. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അള്ളാഹു ഒരു മനുഷ്യനെ എത്രത്തോളം രക്ഷപ്പെടുത്താൻ കഴിയുമോ അവനെ രക്ഷിക്കാനാണ് അള്ളാഹ് ആഗ്രഹിക്കുന്നത്. നാളെ നരകത്തിയിടാൻ അള്ളാഹ് ആഗ്രഹിക്കുന്നത്. അള്ളാഹ് കരുണയുള്ളവനാണ്. ഇതിനു വേണ്ടി പഠിപ്പിക്കാൻ, വേറൊന്നുമല്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്ന റജുലൻ ജാഅ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് കടന്നു വന്നിട്ട് ഫഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ലഖീതു ഇംറഅതൻ ഫിൽ ബുസ്താൻ, ഞാൻ എൻ്റെ തോട്ടത്തിൽ വെച്ച് ഒരു പെണ്ണിനെ കണ്ടുമുട്ടി. വേണമെങ്കിൽ എൻ്റെ ജോലിക്കാരിയാണെന്ന് നമുക്ക് പറയാം. എൻ്റെ കമ്പനിയിലെ ഒരു ജോലിക്കാരിയായി ഞാൻ കണ്ടു, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്നവളെ കണ്ടു, അല്ലെങ്കിൽ എൻ്റെ തോട്ടത്തിൽ പണിയെടുക്കുന്ന ഒരു പെണ്ണ്, അവളെ ഞാൻ കണ്ടുമുട്ടി എൻ്റെ തോട്ടത്തിൽ വെച്ച്. അവളെ ഞാൻ ചേർത്ത് പിടിച്ചു ചുംബിച്ചു പോയി നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ,
وفعلت أنني لم أجامعها وفعلت بها كل شيء أنني لم أجامعها. ശാരീരിക ബന്ധമൊഴിച്ച് ബാക്കിയെല്ലാം ഞാൻ അവളുമായി ചെയ്തു പോയി നബിയേ. ഫഹല്ലി മിൻ തൗബ, എനിക്ക് പശ്ചാത്താപമുണ്ടോ യാ റസൂലല്ലാഹ്. ഫസകത നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഅ. ഇത് കേട്ടിട്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ 1 മണിക്കൂറോളം മൗനം ദീക്ഷിച്ചിരുന്നു. അള്ളാന്റെ അടുക്കുന്ന നിയമം വരണ്ടേ? ഇപ്പൊ ഇങ്ങനെ ഒരു സഹോദരൻ വന്ന് ചോദിച്ചാൽ നമുക്കിന് പരിഹാരം എന്താ? ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ അതിന് പരിഹാരം കാണണമല്ലോ. നബി തങ്ങൾക്ക് പെട്ടെന്ന് എടുത്ത് അങ്ങനെ പറയാൻ പറ്റും? ഇപ്പൊ നിങ്ങളൊരു ഉസ്താദിനോട് എന്നോട് വന്നൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ എടുത്ത പിടിയിലൊന്നും മറുപടി തരൂല. ഞാൻ പറയാം ലോഹറിന് ചോദിച്ചാൽ അസറാവട്ടെ എന്ന് പറയും. ഉസ്താദ്മാരോടൊക്കെ ഒന്ന് ചോദിച്ച് കിതാബൊക്കെ ഒന്ന് നോക്കി അത് തഹക്കീക്കാക്കിയിട്ടേ പറയാൻ പറ്റില്ല. ഞാനൊരു ചീഫ് ഇമാമ എന്ന് പറഞ്ഞ് ഒറ്റയടിക്കൊന്നും ഞാൻ എടുത്തരില്ല. അങ്ങനെയുള്ള പദവി നിങ്ങൾ തരയും വേണ്ട. അങ്ങനെയുള്ളൊരു അയാൾക്കൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ അൽഹംദുലില്ലാ, അറിയില്ല ഒരു ജാഹില ഇമാമെന്ന് കരുതിക്കോളി. അതാണ് ഏറ്റവും നല്ലത്. എനിക്കതാണ് വലിയ ഇഷ്ടം. ആരും ചോദിക്കേണ്ട, വലിയ ആലിമ്യങ്ങളെടുത്ത് പോയി ചോദിച്ചോളി. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടേ പറയൂ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിണ്ടാതിരുന്നു, മൗനം ദീക്ഷിച്ചിരുന്നു. ഫനസലത്ത് ഹാദിഹിൽ ആയ. ഇതാ അതിന് പരിഹാരമായി മറുപടിയുമായി ആയത്തുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. വഅഖിമിസ് സ്വലാത തറഫൈൻ നഹാർ വസുലഫം മിനൽ ലൈൽ ഇന്നൽ ഹസനാത് യുദ്ഹിബുനസ് സയ്യാത് ദാലിക ദിക്റാ ലിസാകിരീൻ വസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഇതാ ആയത്തുമായി ജിബ്രീൽ കടന്നു വന്നിട്ട് ഓതിക്കൊടുക്കുകയാ. നബിയേ, പകലിന്റെ രണ്ടറ്റങ്ങളിലും രാത്രിയുടെ ആദ്യയാമത്തിലും അല്ലാഹുവിനെ നമസ്കരിക്കാൻ പറയണം നബിയേ. അഖിമിസ് സ്വലാത്ത തറഫൈൻ നഹാർ. പകലിന്റെ രണ്ടറ്റം ഏതാ? സുബഹി ളുഹർ, അസർ മഗ്രിബ്, വസുലഫം മിനൽ ലൈൽ. രാത്രിയുടെ ആദ്യയാമം അത് ഇശാ നമസ്കാരമാണ്. അപ്പൊ 5 വഖത്ത് നമസ്കാരത്തിന് ഖുർആനിൽ തെളിവായി കേട്ടോ. ചേകന്നൂരിനെ പോലുള്ളവന്മാർ പറയും 3 പറഞ്ഞിട്ടുള്ളൂ, 2 പറഞ്ഞിട്ടുള്ളൂ, 3 വഖത്തേ ഉള്ളൂ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. അങ്ങനെ ഒന്നുമല്ല. 5 വഖത്ത് നമസ്കാരത്തിന് പരിശുദ്ധമായ ഖുർആനിൽ തെളിവുണ്ട്. ഇതാണ് അല്ലാഹു സൂറത്തുൽ ഹൂദ് 114-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, പകലിന്റെ 2 സമയത്ത് നിങ്ങൾ നമസ്കരിക്കുക. സുബഹി ളുഹർ, രാത്രി പകലിന്റെ അവസാനത്തെ 2 അറ്റം അസർ മഗ്രിബ്, രാത്രിയുടെ ആദ്യയാമം ഇശ. ഈ 5 വഖത്ത് നിങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി അല്ലാഹു ആയത്തിറക്കി. ഫദഅഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വഖറഅ അലൈഹി ഹാദിഹിൽ ആയ. ആ സഹാബിയ വ്യക്തിയെ അല്ലാഹു തആല വിളിച്ചിട്ട് ഈ ആയത്ത് അല്ലാഹു നബി തങ്ങൾ അദ്ദേഹത്തിന് ഓതി കൊടുത്തു. പോയി നമസ്കരിക്ക്. ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യാത്. നന്മകളിലൂടെ തിന്മകളെ അല്ലാഹു മായിച്ചു കളയും കേട്ടോ. 5 വഖത്ത് നമസ്കരിച്ചാല് ഈ ചെറിയ തെറ്റുകൾ, ഈ കോളേജ് കുമാരന്മാരൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ടൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കുന്നെങ്കിൽ അയ്യോ അറിയാതെ സംഭവിച്ചേ, പ്ലീസ് പഠിച്ചാനെ മാപ്പാക്കണേ, പൊരുത്തപ്പെടണേ, പെട്ടെന്ന് ഒളിവെടുത്തിട്ട് അസർ ജമാഅത്തായി നിസ്കരിക്കുക, മഗ്രിബ് നിസ്കരിക്കുക, സുബഹി നിസ്കരിക്കുക, ലോർ നിസ്കരിക്കുക. 5 വഖത്ത് ഇശാ നമസ്കരിച്ചാൽ ഈ ചെറിയ പാവങ്ങൾ അല്ലാഹു പുറത്തരും എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ പാവമായിട്ട് കണക്ക്. അതാ ഞാൻ നേരത്തെ അഡ്വാൻസ് ആയിട്ട് മുൻകൂർ ജാമ്യം എടുത്ത് പറഞ്ഞത്. ഇനി അയാൾ കോളേജിൽ പോയിട്ട് ചുംബിച്ചിട്ട് ലോഹർ നിസ്കരിച്ചാൽ മതി, കാര്യം കബൂലാവൂന്നും ധരിക്കരുത് കേട്ടോ. അങ്ങനെ ധരിച്ചു പോരുത്. അളിയാ കിട്ടിയ ഒരു ചാൻസ് അളിയാ. ഇന്നത്തെ പ്രസംഗം, ഇന്നത്തെ ജുമ നമുക്ക് ഉഷാറായിട്ടുണ്ട്. റമദാൻ കഴിഞ്ഞ് ഖളാ വീട്ടാൻ വേണ്ടി എല്ലാം കൂടെ കൂട്ടച്ചുമ്പല് നടത്തിയിട്ട് എല്ലാം എൻ്റെ തലയിൽ അടിച്ചു വെക്കരുത്. നമ്മുടെ ഭാഗത്ത് നിന്ന് അറിയാതെ ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയെങ്കിലും ഒക്കെ പോയി ഒരു ടച്ചിങ്ങോ കിസ്സിങ്ങോ പ്രസ്സിങ്ങോ ഒക്കെ വന്നുപോയി, അറിയാതെ സംഭവിച്ചു പോയി. റബ്ബെ നീ പൊരുത്തപ്പെട്ട് തരണേ എന്ന് പറഞ്ഞിട്ട് ആ നമസ്കാരത്തിൽ ഒളിവെടുത്താൽ നമ്മുടെ ചെറിയ പാവങ്ങളൊക്കെ അള്ളാഹ് പൊരുത്തപ്പെടും. അള്ളാഹ് ഹബീബേ, ഇത് നമ്മൾ ചിരിക്കാനല്ല, നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ കൈ കൊണ്ട് സംഭവിച്ചു പോകാനാണ്. പടച്ചവൻ എത്ര കരുണയുള്ളവനാ. ഇങ്ങനെ ഇത് പുറത്ത് തന്നില്ല എങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? എങ്ങനെ രക്ഷപ്പെടാൻ പറയും?
നിങ്ങൾ വയസ്സന്മാരാകുമ്പോൾ കുഴപ്പമില്ല, നിങ്ങൾക്ക് പ്രശ്നമില്ല. 1919 മുതലിട്, 1920 മുതലിട്, 1930 മുതൽ 40 മുതൽ അന്നത്തെ കാലം എടുത്തു നോക്ക്. അന്നൊക്കെ ഞാൻ ആരായിരുന്നു? അന്നൊന്നും യൂട്യൂബ് ഒന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും അറിയില്ല. ഇത് ചിന്തിക്കണം. അപ്പൊ ഇങ്ങനെ സംഭവിച്ചു പോയി. അള്ളാഹ് അതിനൊരു വഴി വെച്ചിരിക്കുകയാണ് നമുക്ക് 5 നേരത്തെ നമസ്കാരം. അതാ ഞാൻ പറഞ്ഞത്. ഉടനെ നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇത് അദ്ദേഹത്തിന് മാത്രമുള്ള സ്പെഷ്യലൈസ് ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഇറക്കിയതാണോ അതോ എല്ലാവർക്കും ഉണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു ആള് വില്ലനാണ്, ഇത് മനസ്സിലാക്കണ്ടേ. ഇത് അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഇറക്കിയതാണോ? ബൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ബൽ ലിന്നാസി അമ്മ, എല്ലാ ജനങ്ങൾക്കും ഇത് ബാധകമാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പാവം നീ പുറത്തെറിഞ്ഞേ പടച്ചവനെ. എല്ലാ ജനങ്ങൾക്കും ഇത് ബാധകമാണ്, എല്ലാ ജനങ്ങൾക്കും ഇത് ബാധകമാണ്. അപ്പൊ നമ്മളിപ്പോ ഈ മൊബൈലിൽ, നിങ്ങളിപ്പോ നേരിട്ട് ചുംബിക്കണ്ട, മൊബൈലിൽ ചുംബനത്തിന്റെ അടിച്ചു കൊടുക്കൂലേ, അത് തന്നെ ചുംബിച്ചതിന് തുല്യമാണത് സംഭവം. അല്ലാഹ് പുറത്തെറിഞ്ഞ എൻ്റെ വിവരമില്ലായ്മ ചെയ്തു പോയി, പൊരുത്തപ്പെട്, മാപ്പാക്ക്. റബ്ബിനോട് ചോദിക്കാൻ 5 വഖത്ത് നിസ്കാരം, ഈ നിസ്കാരത്തിൽ ചെറിയ പാപങ്ങളെല്ലാം മാപ്പ് ചെയ്യുന്നു. ഖുർആൻ ആയത്തിറങ്ങിയത് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ സൂറത്ത് ഹൂദിൽ ഈ ആയത്തിറങ്ങിയത് അല്ലാഹ് പറഞ്ഞ വാക്കല്ലേ. അതുകൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ലൈസ മിൻ അബ്ദിൻ ഇല്ലാ വമലകുൻ യക്തുബാനി അലൈഹി. നമ്മൾ ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ 2 മലക്ക് നമ്മുടെ 2 ഭാഗത്ത് നിൽക്കും അത്രേ. അത് എഴുതാൻ വേണ്ടി റെഡിയായി നിൽക്കും. ഒരാൾ യമീൻ വലതുഭാഗത്തും മറ്റൊരാൾ ഷിമാൽ ഇടതുഭാഗത്തും. വസാഹിബു ഷിമാലി അമീനുൻ അലൽ യമീൻ വസാഹിബുൽ യമീനി അമീനുൻ അലൽ ഷിമാൽ. ഇടത് ഭാഗത്തിരിക്കുന്ന വ്യക്തിയാണ് ഈ തെറ്റുകൾ രേഖപ്പെടുത്തുന്ന ആള്. ആ തെറ്റുകൾ രേഖപ്പെടുത്തുന്ന വ്യക്തിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം അദ്ദേഹത്തിന്റെ PRO, അദ്ദേഹത്തിന്റെ എല്ലാ റിമോട്ട് കൺട്രോളും ഈ വലതുഭാഗത്തിരിക്കുന്ന അമീനായ മലക്കാണ്. ഇദാ അദ്നബൽ അബ്ദു സയ്യിഅതൻ, ഒരു ദാസൻ ഒരു തെറ്റ് ചെയ്താൽ, യഖൂലു സാഹിബു ഷിമാൽ, ഇടത് ഭാഗത്തിരിക്കുന്ന ആള് വലതു ഭാഗത്തോട് ചോദിക്കും, ഹലോ അക്തുബുഹ, ഈ ദാസനൊരു തെറ്റ് ചെയ്തു, എഴുതട്ടെ? ചോദിച്ചിട്ടേ എഴുതുള്ളൂ, മോലാളിയോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. അദ്ദേഹത്തിന് അള്ളാഹ് അങ്ങനെ വെച്ചിരിക്കുകയാണ്. അല്ല, ഇയാൾക്ക് മൊത്തം ഉത്തരവാദിത്വം കൊടുത്താണ്ടല്ലോ, തീരും നമ്മുടെ കാര്യം, മൊത്തം എഴുതിത്തള്ളും. ഉടനെ വലതു ഭാഗത്തിരിക്കുന്ന ആളോട് ചോദിക്കും, ഇടത് ഭാഗത്ത്, അക്തുബുഹ, അയാളൊരു തെറ്റ് ചെയ്തു, ഈ ദാസനൊരു തെറ്റ് ചെയ്തു, എഴുതട്ടെ? വലതു ഭാഗത്ത് പറയും, ദഅഹു ദഅഹു, സബൂറാക്ക്, നീ ധൃതി പിടിക്കാതെ. ഹത്താ യഅമല ഖംസൻ, ആ തെറ്റ് ചെയ്യുന്ന ആ ഫോം അവനത് ഫില്ലാക്കുമോ നോക്കട്ടെ. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, അവൻ തുടങ്ങിയിട്ട് മൂപ്പിൽ അവൻ വലതിരിക്കുന്ന ആൾ കണ്ടു, അവൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, അത് തീർക്കുന്നോ നോക്കട്ടെ. ഹത്താ യഅമല ഖംസൻ, 5 തെറ്റ് ചെയ്യുന്നത് വരെ നീ ക്ഷമിക്കണം, 5 തെറ്റ് ചെയ്യുന്നത് വരെ ക്ഷമിക്കണം. അങ്ങനെ അവൻ ഫൈദാ അമില ഖംസൻ, അവൻ 5 തെറ്റ് ചെയ്താൽ ഇടതു ഭാഗത്തിരിക്കുന്ന ആൾ വലത്തുകാരോട് ചോദിക്കും, അക്തുബുഹ, 5ആയി, ഹലോ 5ആയി, എഴുതട്ടെ പ്ലീസ്? ദഅഹു, നില്ല് നില്ല്. ഇദാ അമില ഹസനതൻ, അവനൊരു നന്മ ചെയ്യുന്നത് വരെ നിൽക്ക്, സബൂറാക്ക്. ഇത്ര വലിയ കരുണ സുഹൃത്തുക്കളെന്ന് ആലോചിച്ച് നോക്കി. ഉടനെ പറയാണ്, നെല്ല്, എഴുതരുത്, അവനൊരു നന്മ ചെയ്യുന്നത് വരെ വെയിറ്റ്, നന്മ ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യും. അപ്പോഴാണ് ഈ 5 തെറ്റും ചെയ്തിട്ട് പെട്ടെന്ന് ഓടി, അസറിന്റെ സമയമായി, കോളേജ് വിട്ടതായിരുന്നു, അവിടെ ഇങ്ങനെ ബൈക്കിൽ കൊണ്ടവളെ അവിടെ വിട്ട് എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് ഓടി വന്ന് ഒന്നുമെടുത്ത് നിസ്കരിക്കാൻ പള്ളി അള്ളാഹു കയറി. അവനൊരു നന്മ ചെയ്തു. പെട്ടെന്ന് വലതു ഭാഗത്ത് എഴുതി, ഇവൻ ചെയ്ത ഒരു നന്മ എഴുതി. ഉടനെ ഇദ്ദേഹം ഇടതു ഭാഗക്കാരൻ ചോദിക്കും, ഒരു നന്മ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം ഒരു പുതിയൊരു തീരുമാനം എടുക്കും, ആ പഴയ ഫയലെട്, എന്താണ് സംഭവം? ഖദ് ഉഖ്ബിർനാ അന്നൽ ഹസനാതി ബിമിസ്ലി അശ്രിഹ, ഒരു നന്മ ചെയ്താൽ 10ന്റെ കൂലി അള്ളാഹു തന്നിട്ടുണ്ടെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഒരു നന്മ ചെയ്താൽ
10 നന്മയുടെ കൂലിയാണ്. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ. ഒരാൾ ഒരു നന്മ ചെയ്താൽ 10 നന്മയുടെ കൂലി അല്ലാഹു ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു നന്മ ചെയ്ത വ്യക്തിക്ക് 10 നന്മ രേഖപ്പെടുത്തിയോ? ഫതഅൽ വാ ഹത്താ നംഹു ബിൽ ഖംസി ഖംസ വതുസ്ബിത് ഖംസ ബിൽ ഹസനാത്ത് മിനൽ ഹസനാത്ത്. ഈ 5 നന്മ കൊണ്ട് അവന്റെ 5 തിന്മയെ ഡിലീറ്റ് ആക്കും. നോക്കണം അള്ളാന്റെ കരുണ. അള്ളാഹ് നമുക്ക് ഒന്നിനെ 10 തന്ന് 5 നന്മ കൊണ്ട് 5 തിന്മകളെയും അള്ളാഹ് ഡിലീറ്റ് ആക്കി. എന്നിട്ട് അള്ളാഹു നമ്മളോട് ചെയ്ത കരുണ ബാക്കിയുള്ള 5 നന്മ ഇവന്റെ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്ക്. അവിടെ മാറ്റിവെക്ക്. ആ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്ക്. സുഹൃത്തുക്കളെ, ഇത് കണ്ടിട്ട് ശൈത്താൻ അട്ടഹസിച്ചിട്ട് ഓടും. ഈ ആദമിനെ ഞാൻ ആദമിന്റെ മക്കളെ ഏതെല്ലാം രീതിയിൽ ഞാൻ പിഴപ്പിക്കാൻ നോക്കിയാൽ നടക്കുന്നില്ലല്ലോ, ഇനി ഇവനെ എങ്ങനെ പിഴപ്പിക്കാൻ എനിക്ക് കഴിയും പടച്ചവനെ എന്ന് പറഞ്ഞ് അട്ടഹസിച്ച് അവൻ ഓടുമെന്ന് നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു എത്ര കരുണയുള്ളവൻ. അല്ലാഹു മഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നീ ഞങ്ങളുടെ രഹസ്യവും പരസ്യവും പുറത്തു തരണേ പടച്ചവനെ. നീ എത്രയോ കരുണയുള്ളവനാണ് അല്ലാഹ്. നീ ഞങ്ങളോട് പൊറുക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മുൻഗാമികൾക്ക് നീ പൊറുക്കണേ പടച്ചവനെ. അല്ലാഹു എത്ര വലിയ കരുണയുള്ളവനാ സുഹൃത്തുക്കളെ.